നമസ്കാരം നമസ്കാരം. ഞാനൊരു കല്യാണത്തിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയാകുന്ന വീഡിയോകളൊന്നും ഞാൻ എടുക്കാറില്ല, ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാനും കണ്ണനും കൂടെ കാറിൽ ചേലക്കര വരെ പോവുകയാണ്. നമ്മുടെ ഓഫീസിലെ സാറിൻ്റെ പെങ്ങളുടെ കുട്ടിയുടെയാണ്. അങ്ങനെ ഞങ്ങൾ വളയിട്ടിരിക്കുന്നുണ്ട്, നല്ല ഭംഗിയുള്ള വളയല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്രയായിരുന്നു. തൃശ്ശൂർ ചേലക്കര നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ നുണയും കൊതിയും ഒക്കെ പറഞ്ഞ്, നുണയും കൊതിയൊന്നുമല്ല, ചുമ്മാ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെന്നപ്പോൾ ഒരു ചായക്കട കണ്ടു. വൈകുന്നേരം ഒരു ചായ മസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ കുടിക്കാനായിട്ടൊരു ചായയൊക്കെ വാങ്ങിച്ചു. കണ്ണൻ എന്തോ അവൻ്റെ കട്ട്ലറ്റ് എന്തോ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഈ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമോ? തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ എന്തോ കേവ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കൊള്ളായിരുന്നു, ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ്. ഇതുണ്ടായതുകൊണ്ട് വേഗം പാലക്കാട് പോകാൻ പറ്റുമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഈ കേവ്. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പ് അമ്മച്ച് നമ്മളെ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിച്ചായിരുന്നു. നമ്മുടെ രാഹുൽ വട്ട് സംഗീത. അപ്പം കല്യാണം 18-ാം തീയതി ആയിരുന്നു ബാംഗ്ലൂർ വെച്ച്. നമ്മൾ റിസപ്ഷനാണ് പോയത്. എനിക്ക് ആക്ച്വലി റിസപ്ഷനെയൊക്കെ ഇഷ്ടം കല്യാണമാണ്. എന്തോ സാഹചര്യം കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. നമ്മുടെ പയ്യനും കുട്ടിയും പിന്നെ കുറച്ച് ബന്ധുക്കൾ. ഇത് പയ്യൻ്റെ അച്ഛനാണ്. നരശൂസ് കമ്പനി അച്ചാറുണ്ടല്ലോ, അതിൻ്റെ ഓണർ. ഓക്കെ, എന്താ ബേബി ചേച്ചിയൊക്കെ നേരത്തെ വന്നിരിപ്പുണ്ടായിരുന്നു. ഷീന ചേച്ചി, ജോസാറ്. പക്ഷേ എനിക്ക് മിസ്സായിപ്പോയി നമ്മുടെ മീന ചേച്ചിയുടെ. ഞാനും സംസാരിച്ചുകൊണ്ടിരുന്നു, പക്ഷേ വീഡിയോ എടുത്തതാണ്, ഇപ്പോൾ ക്ലിപ്പ് കാണുന്നില്ല. എന്തായാലും കാണിക്കാൻ പറ്റിയില്ല. ഇവിടെ നിൽപ്പുണ്ട് ആൾ, പക്ഷേ നന്നായി കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് ഏതൊക്കെയാണെന്ന് കാണിക്കാനായിട്ട് ഞാൻ സൂമൊന്നും ചെയ്തിട്ടില്ല, ചുമ്മാ ഒന്ന് ഓട്ടപ്രദക്ഷിണം നടത്തി. അങ്ങനെ നല്ല വെജിറ്റേറിയൻ ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ കുശല സംഭാഷണങ്ങളിലൊക്കെ മുഴുകിയിട്ട് അതിൻ്റെ ഇടയിൽ നാരായൺ സാർ ഞങ്ങൾക്ക് എന്തുകൊണ്ടെന്ന് ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. നന്ദിയോടെ